ഇപ്പോൾ നായനാറിന് ശേഷം വി എസ് വന്നു. വി എസിന് ശേഷം പിണറായി വിജയൻ വന്നു. പിണറായി വി എസും തമ്മിൽ വലിയ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ പിണറായിക്ക് ശേഷം ആര് എന്നുള്ളത് വലിയൊരു ചോദ്യമായി നിലനിൽക്കുകയല്ലേ അങ്ങനെ ഒരു കരുത്തിൻ്റെ കാര്യത്തിൽ? ചോദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലത്തെ ഒരു സെറ്റപ്പിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. നെഹ്റുവിന് ശേഷം ആര് എന്നുള്ളൊരു ചോദ്യം പണ്ടുണ്ടായിരുന്നു. കാരണം നെഹ്റുവിനെ പോലെ നെഹ്റു മാത്രമേ ഉള്ളൂ. നെഹ്റുവിൻ്റെ സമയത്ത് തന്നെ ബാക്കി നേതാക്കന്മാരൊക്കെ മരിച്ചു. പട്ടേൽ മരിച്ചു, ആസാദ് മരിച്ചു, പ്രധാനപ്പെട്ട ആളുകളൊക്കെ മരിച്ചു. അപ്പോൾ നെഹ്റുവിന് ശേഷം ഇന്ത്യക്ക് എന്ത് സംഭവിക്കും, അതാണ് ചോദ്യം. ആഫ്റ്റർ നെഹ്റു ഹൂ എന്ന് ചോദിച്ച ഒരു സായിപ്പ്, അമേരിക്കക്കാരനായ ഒരു പത്രപ്രവർത്തകൻ ഇവിടെ വന്ന് പുസ്തകം എഴുതി. ആ പുസ്തകം ഇപ്പോഴും കിട്ടാനുണ്ട്. അദ്ദേഹം കുറേ ആളുകളൊക്കെ പേരുകളൊക്കെ പ്രപ്പോസ് ചെയ്തു. ലാൽ ബഹദൂർ ശാസ്ത്രി, മൊറാർജി ദേശായി, എസ് കെ പാട്ടീൽ, വി കെ കൃഷ്ണമേനോൻ, ഇന്ദിരാഗാന്ധി, ഈവൻ ജനറൽ കൗളിൻ്റെ പേര് വരെ പുള്ളി സാധിച്ചു. കാരണം ഇന്ത്യ പാകിസ്ഥാനിലുണ്ടായ പോലെ പട്ടാള വിപ്ലവം ഉണ്ടാവും, ജനാധിപത്യം ഇല്ലാണ്ടായി എന്ന് അല്ല പറയാൻ പറ്റില്ല. അന്നത്തെ കാലത്ത് അതൊക്കെ സംഭവ്യമാണ്. പാകിസ്ഥാനിലെ പട്ടാള വിപ്ലവം ഉണ്ടാക്കി പിന്നെ ഇന്ത്യയിൽ ഉണ്ടായിക്കൂടെ? അങ്ങനത്തെ തൊട്ട അയൽവക്കത്തെ രാജ്യമാണ്. അങ്ങനെ പല പേരുകളും സജസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞത് പക്ഷേ പൊതുവെ പാശ്ചാത്യർ വിചാരിച്ചിരുന്നത് ഇതോടിട്ട് ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ലാണ്ടാവും എന്നാണ്. കാരണം നെഹ്റുവിനെ പോലെ നെഹ്റു മാത്രം ഉണ്ടായിരുന്നു. സി പി എമ്മിൻ്റെ അകത്ത് സത്യം പറഞ്ഞ് ഇപ്പോൾ ഒരു വലിയ ഒരു ശൂന്യതയുണ്ട്. അത് വി എസ് പോയിട്ടുള്ള ശൂന്യതയല്ല. പിണറായി വിജയന് ശേഷം പിന്നെ ആരുമില്ല. 1 മുതൽ 10 വരെ പിണറായി വിജയനാണ്, 11ാമത് ഗോവിന്ദനാണ്, 12ാമത് ബേബി, അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും ഒരാൾ വരും, ഇന്ന ആളല്ലെങ്കിൽ വേറൊരാൾ, അങ്ങനെ